ഒരു പബ്സ് കഴിച്ചതിൻ്റെ സന്തോഷമാണ് അഫ്താബ് പ്രകടിപ്പിക്കുന്നത്. വളരെ രുചികരവും ചൂടുമുള്ള ഈ ഒരു പബ്സ് ഞങ്ങൾക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞങ്ങൾ 2-3 പബ്സ് കഴിച്ചതിൻ്റെ ശേഷമാണ് ഇവിടെ നിന്ന് പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് ഈ ഒരു പബ്സിന് ഉണ്ടായത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ലേപാക്ഷി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേരിലാണ് ഈ ഒരു ബേക്കറി അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമതായിട്ട് ഓർഡർ ചെയ്ത പബ്സ് ഇതുപോലെ കട്ട് ചെയ്ത് തരുന്ന ഒരു പ്രൊസീജിയറാണ് കാണുന്നത്. ഇവിടങ്ങളിലൊക്കെ തന്നെ പബ്സ് ഇതുപോലെ കട്ട് ചെയ്ത് തരുന്നത് കൊണ്ട് തന്നെ കഴിക്കാൻ വളരെയധികം സുഖകരമാണ് എന്നുള്ളതാണ്. മറുഭാഗത്തേക്കായി നോക്കുമ്പോൾ ബാംഗ്ലൂർ ബേക്കറി എന്നൊക്കെ കാണുന്നുണ്ട്. ബാംഗ്ലൂർ ഇവിടെ നിന്നും 140 കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ. 14 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ കർണാടക ബോർഡറിലേക്ക് എത്താം എന്നുള്ളതും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാമതായിട്ടുള്ള പബ്സ് മേടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ 2 പബ്സിന് ഒരാൾ വന്നിട്ട് ഓർഡർ ചെയ്തു. അയാൾക്കത് കൊടുക്കുന്ന ആ ഒരു രീതിയും കട്ട് ചെയ്തിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ ഹാപ്പി ആയിട്ടാണ് ഇവരിങ്ങനെ കച്ചവടം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായിട്ട് കഴിക്കുന്ന പബ്സും നമുക്കങ്ങനെ കട്ട് ചെയ്ത് തരുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഓട്ടോ ഇങ്ങനെ റിവേഴ്സ് വരുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്, അവിടെ ഒരുപാട് ഓട്ടോകൾ ഇങ്ങനെ നിർത്തിയിട്ടത് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്ക് ഡോറൊക്കെ തുറന്നു വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബസ്സിലൊക്കെ ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്ഥലത്തേക്ക് പോകുന്ന ബസ് വിളിക്കുന്നത് പോലെ ഇവർ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് ആൾ വിളിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ തന്നെ ജീപ്പിൽ ഇതുപോലത്തെ കാഴ്ച കാണാമെങ്കിൽ ഇവിടെ ഓട്ടോയിൽ കാണുന്ന കാഴ്ചയാണ്. അങ്ങനെ വേറൊരു ഓട്ടോയിൽ വന്നിറങ്ങിയ ആളുകളെ കണ്ട് നെട്ടിയ സമയമാണ്. ബാക്കിൽ ഏകദേശം 3 പേര്, പിന്നെ ഉള്ളിലും 3 പേര്, ഡ്രൈവറെ അപ്പുറവും ഇപ്പുറവുമായിട്ട് 2 പേര്. അത് ബജാജിൻ്റെ ചെറിയ ഓട്ടോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ഓട്ടോയിൽ 15 പേരാണ് കണക്ക് എന്നുള്ളത്. പക്ഷി എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ലേപാക്ഷി എന്ന് പറയുന്ന ആ ഒരു പക്ഷിയുടെ പ്രതിമ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ടൗണിൻ്റെ പ്രത്യേകതയാണ്. നല്ല പടുകൂറ്റൻ പാറയ്ക്ക് മുകളിലായിട്ടാണ് ആ ഒരു പക്ഷിയുടെ പ്രതിമ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന ഹോട്ടലിലേക്ക് കയറുകയാണ്. ഇവിടെ ഇങ്ങനെ മസാല ദോശ ചുടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഫാമിലി നടത്തുന്ന ചെറിയൊരു കട. ഫ്രീസറിൽ കൂൾ ഡ്രിങ്ക്സ് എല്ലാം തന്നെ ഉണ്ട്. അവിടെ ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ശ്രദ്ധ അതിലേക്ക് പോവുകയാണ്. ഒരു ഉണ്ട പോലത്തെ ഒരു സാധനമാണ് കഴിക്കുന്നത്. റായി ഉണ്ട എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഇഷ്ടവിഭവമായിട്ടുള്ള പിക്കിൾസ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതിലേക്ക് നോക്കിയപ്പോൾ മാനുഫാക്ചറിങ് ഇൻ ബാംഗ്ലൂർ എന്നാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ നിന്നും കർണാടക ബോർഡറിലേക്ക് ആകെ 14 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിവിടെ നിന്ന് ചോറ് കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വന്ന ചോറിൻ്റെ അവസ്ഥ ഇതുപോലെയാണ്. ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും പിന്നീട് ഇതുപോലത്തെ ഒരു സ്നാക്സുമാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. പപ്പടത്തിന് പകരമായിരിക്കാം ഇത് എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിച്ച് പോയത്. ഇന്നുണ്ടാക്കിയതല്ല എന്ന് അഫ്താബ് അഭിപ്രായപ്പെടുകയും കഴിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വിഭവസമൃദ്ധമായിട്ടുള്ള ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് ഐറ്റം സാധനങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണാൻ സാധിച്ചത്. ആന്ധ്രാപ്രദേശിലെ ശ്രീ ശക്തിസായി ജില്ലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അരി നമുക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചതാണ്. ഇവിടെ കർഷക സമൃദ്ധിയുടെ ലോകമാണ്. കർഷകരെയാണ് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. ഇവിടങ്ങളിലൊന്നും തന്നെ ഉച്ചക്ക് ആളുകൾ ചോറ് കഴിക്കുന്ന പതിവില്ല എന്ന് തോന്നിപ്പോകും. പല ഹോട്ടലുകളിലും ലഭ്യമല്ല എന്നുള്ളതാണ്.